ഡിജിറ്റൽ സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലറായ ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചക്കുള്ളിൽ നൽകണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. സിസ തോമസിന് താൽക്കാലിക പെൻഷനും 2023 മുതലുള്ള കുടിശ്ശികയും നൽകാനാണ് ഇന്ന് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. സ്ഥിരം പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും ഇത്രയും നാൾ എന്തുകൊണ്ട് നൽകിയില്ല എന്നതിന്റെ കാരണം അറിയിക്കാനും സർക്കാരിനോടും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറോടും ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട്. സിസ തോമസിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറിയായ സി അജയന് നോട്ടീസ് അയക്കാനും ഉത്തരവിടുകയുണ്ടായി. 2022 നവംബറിലാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തരവ് പ്രകാരം സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതല ഏറ്റെടുക്കുന്നത്. അതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി ആ നിയമനം ശരിവെക്കുകയായിരുന്നു. തുടർന്ന് സിസ തോമസിനെതിരെ അച്ചടക്ക നടപടിയെടുക്കാനുള്ള സർക്കാർ നടത്തിയ ശ്രമം ഹൈക്കോടതി റദ്ദാക്കി. അതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിലും സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതിയും തള്ളി. എന്നിട്ടും സിസ തോമസിന് പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ നൽകാൻ സർക്കാർ തയ്യാറായില്ല. 2023 ഓഗസ്റ്റിൽ താൽക്കാലിക പെൻഷൻ പാസാക്കി ഉത്തരവിറക്കിയെങ്കിലും ആ തുക നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് സിസ തോമസ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ഹാജരായി.